ഡയറ്റീഷ്യൻ ഗ്രേഡ് 2ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൈജസ്റ്റീവ് സിസ്റ്റം 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം 1 ഡൈജസ്റ്റം 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെഷൻ. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താന്ന് ചോദിച്ചാൽ ഡൈജഷൻ. വാട്ട് ഈസ് ഡൈജഷൻ? ഡൈജഷൻ ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് to break down of complex food materials into simple absorbable form. ശരിക്കും പറഞ്ഞാൽ ഡയറ്റീഷ്യൻ ഗ്രേഡ് പഠിക്കുന്ന ഒരാളോട് എന്താണ് ഡൈജഷൻ എന്നോ എന്താണ് ഡൈജസ്റ്റ് സിസ്റ്റം എന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും അല്ലേ അവർക്കത്. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബിൾ ഫോം ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും ഡൈജഷൻ എന്ന് പറയുന്നത് അതാണോ? ഡൈജഷൻ എന്ന് പറയുന്നതിനകത്ത് 5 സ്റ്റെപ്സ് ഉണ്ട് അല്ലെ. ഇൻജഷൻ, ദാറ്റ് ഈസ് ഇൻടേക്ക് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. 2 ഡൈജഷൻ. ഡൈജഷൻ ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. 3 അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലേക്ക് ഫുഡ് സ്റ്റെപ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. 4 അസിമിലേഷൻ. ഫുഡ് സ്റ്റെപ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ബോഡി സ്റ്റെപ്സ്. ഫുഡ് സ്റ്റെപ്പിനെ ബോഡി സ്റ്റെപ്പ് ആക്കി മാറ്റുന്ന അസിമിലേഷൻ എന്ന പ്രോസസ്. ലാസ്റ്റ് പ്രോസസ് ആണ് ഇജഷൻ. EGESTION, ഇജഷൻ. അപ്പൊ അത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്, എലിമിനേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണ് ശരിക്കും ഡൈജഷൻ ഉള്ളത്. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ ഡൈജഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ശരിക്കും ഡൈജഷൻ എന്ന് പറയുന്നത്. ദോസ് ഓർഗൻസ് വിച്ച് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ആർ നോൺ ആസ് digestive organs, and the digestive organs constitute digestive system. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ എന്തൊക്കെയാണ്? ഫ്രം മൗത്ത് ടു ഏനസ്. വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താണോ പഠിച്ചത് +2 ലെവലിൽ അവിടെ തൊട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ 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 ഗ്രേഡ് കൂടി 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 നമ്മൾ അതിന്റെ ഹയർ ലെവലിലേക്ക് വരും. ഡൈജസ്റ്റീവ് സിസ്റ്റം മുഴുവൻ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സിലബസ് കവർ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുമല്ലോ എല്ലാവരും. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ടു ബ്രേക്ക് ഡൗൺ ദ ഫുഡ് വി ഈറ്റ്, റിലീസ് ദ ന്യൂട്രിയൻസ് ആൻഡ് അബ്സോർബ് ദോസ് ന്യൂട്രിയൻസ് ഇൻ ടു ദ ബോഡി. All digestive organs play integral roles in the life sustaining process of digestion. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻജഷൻ, ഇൻടേക്ക് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഇൻടേക്ക് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് അതിന് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? മൗത്ത് ഹെൽപ്പ് ചെയ്യും, ടങ്, ടീത്ത് ഒക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെ, നമ്മളെ ഫുഡ് അകത്തേക്ക് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രം പോരാ, സിമ്പിൾ അബ്സോർബിൾ ഫോം ആക്കി മാറ്റാൻ വേണം. ഫോർ എക്സാമ്പിൾ, വെൻ വി ബ്രേക്ക് ഡൗൺ ദ പ്രോട്ടീൻസ് വി ഗെറ്റ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിനെ കിട്ടും അല്ലെ. അപ്പൊ അമിനോ ആസിഡ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഫാറ്റ് ആണെങ്കിൽ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ മോണോസാക്രൈഡ്സ്. അങ്ങനെ സിമ്പിൾ അബ്സോർബിൾ ഫോം ആക്കി മാറ്റി അതിനെ നമ്മൾ അബ്സോർബ് ചെയ്യും ബോഡിയിലേക്ക്. എന്നിട്ട് അതിനെ നമ്മുടെ ബോഡി പാർട്ടാക്കും. അത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടാത്തത് അതിനെയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും അല്ലെ. എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ മൗത്ത് ടു ഏനസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം തുടങ്ങുന്ന മൗത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഏനസിലാണ് അവസാനിക്കുന്നത്. All these digestive organs play integral role. ഈ ഡൈജഷൻ എന്ന പ്രോസസ്സിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ പറഞ്ഞ മൗത്ത് തൊട്ട് ഏനസ് വരെ ഉള്ളവർക്കുള്ള ജോലി. അപ്പൊ അവരുടെ ജോലി എന്താന്ന് നമ്മൾ പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതാണല്ലേ ഡൈജസ്റ്റീവ് സിസ്റ്റം. സലേവറി ഗ്ലാൻഡ്സ് ഉണ്ട്, ടങ് ഉണ്ട്, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ലിവർ ഉണ്ട്, സ്റ്റൊമക് ഉണ്ട്, ഗോൾ ബ്ലാഡർ, ഡിയോഡനം, പാൻക്രിയാസ്, ഇലിയം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, കോളം, റെക്ടം, ഏനസ്, സീക്കം, അപ്പൻഡിക്സ് നിരത്തി കൊടുത്തിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെയും പേരുകൾ. നമുക്കത് ഓരോരുത്തരായിട്ട് പഠിക്കാം. ആരാണ് തുടങ്ങുന്നത്, എവിടെ നിന്ന് തുടങ്ങുന്നു, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ? ടു ഡിവൈഡ് ദ ഓർഗൻസ് ഇൻടു 2 കാറ്റഗറീസ്. 2 കാറ്റഗറി ആയിട്ട് നമ്മൾ ഈ ഓർഗൻസിലേക്ക് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എലിമെന്ററി കനാൽ ഓർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, GIT എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗട്ട്, GUT, ഗട്ട് എന്ന് പറയും. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ് എലിമെന്ററി കനാലുള്ള ഓർഗൻസ്, അത് ഗട്ടിലുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലുള്ള ഓർഗൻ, GITയിലുള്ള ഓർഗൻസ്, അവരെ കുറിച്ച് പഠിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്സറി ഡൈജസ്റ്റീവ് ഓർഗൻസ്, അതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. ഈ ആക്സറി ഡൈജസ്റ്റീവ് ഓർഗൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ അവര് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് അസിമിലേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ടു ദ ബോഡി. നമ്മുടെ ഫുഡ് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അസിമിലേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ആക്സറി ഡൈജസ്റ്റീവ് ഓർഗൻസ്.
നമ്മൾ ഈ ആക്സസറീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു കാർ വാങ്ങിച്ചു, അതിന്റെ ആക്സസറീസ്, ഈ ആക്സസറീസ് ഒന്നും ഇല്ലെങ്കിലും കാറിന് പ്രശ്നമൊന്നുമില്ല, കാർ ഓടും അല്ലേ. അതുപോലെ ബൈക്കിന്റെ ആക്സസറീസ്, ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നമ്മൾ ആക്സറി സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സറി ഡൈജസ്റ്റീവ് ഓർഗൻ ആണെന്ന് പറഞ്ഞാലും ആ പേര് അങ്ങനെയാണെങ്കിൽ പോലും ഇവരെല്ലാവരും നമുക്ക് ഡൈജഷൻ എന്ന പ്രോസസ്സിന് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തത് ആരൊക്കെയാണ് എലിമെന്ററി കനാലിലെ ആൾക്കാര്, രണ്ടാമത് ആരൊക്കെയാണ് ആക്സറി ഡൈജസ്റ്റീവ് ഓർഗൻസ്. ആക്സറി ഡൈജസ്റ്റീവ് ഓർഗൻസ് അല്ല, നമ്മൾ ഏതൊരു സിസ്റ്റം പഠിക്കുമ്പോഴും അവിടെ ആക്സറി റെസ്പിറേറ്ററി ഓർഗൻസ്, ആക്സറി ഡൈജസ്റ്റീവ് ഓർഗൻ, ആക്സറി എക്സ്ക്രീറ്ററി ഓർഗൻ, എല്ലായിടത്തും ഉണ്ട് ഈ ആക്സറീസ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഡൈജഷനെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഡൈജഷൻ എന്ന ഫംഗ്ഷന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? ഡൈജസ്റ്റീവ് ഓർഗൻസ് നമ്മൾ രണ്ടായി പഠിച്ചു. ഒന്ന് ഓർഗൻസ് ഓഫ് ദ എലിമെന്ററി കനാൽ ഓർ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ എലിമെന്ററി കനാൽ. സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ്. എലിമെന്ററി കനാൽ ഓർഗൻസ് ഓൾസോ നോൺ ആസ് ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ഓർ ഗട്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ, GIT, ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് അല്ലെങ്കിൽ ഗട്ട് അല്ലെങ്കിൽ എലിമെന്ററി കനാൽ എന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് അതിനെ പേരിട്ട് വിളിക്കാം. നമ്മുടെ ഈ കുഴല്, അങ്ങനെ പോകുന്ന കുഴല്. It is a one-way tube of about 7.62 meters, 25 feet in length during the life and closer to 10.67 meters in length when measured after death. Once smooth muscle tone is lost. നമുക്കറിയാം സ്മൂത്ത് മസിലിന്റെ ടോണൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ മരണശേഷം കുറെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും അല്ലെ. ഇതൊന്നും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഇതാണ് ലെങ്ത് എന്ന് പറഞ്ഞു. ഇത്രയും ലെങ്തി ആയിട്ടുള്ള സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഏകദേശം 25 അടി അല്ലെങ്കിൽ 7.62 meters ഉള്ളത്. മെയിൻ ഫംഗ്ഷൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് മെയിൻ ഫംഗ്ഷൻ? മെയിൻ ഫംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതിനെ അബ്സോർബ് ചെയ്യുക, അതിനെ അസിമുലേറ്റ് ചെയ്യുക, അതിനെ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടാത്ത തന്നെ. ഇത്രേ ഉള്ളൂ. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ, ഇജഷൻ. അപ്പൊ ഇവിടുന്ന് തുടങ്ങും. ട്യൂബ് തുടങ്ങുന്നത് മൗത്ത്, അത് അവസാനിക്കുന്നത് ഏനസ്. അപ്പൊ നമ്മുടെ മൗത്തിൽ നിന്ന് തുടങ്ങി ഏനസിൽ അവസാനിക്കുന്ന, സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്ത് നിന്നാണ് ഏനസിൽ അവസാനിക്കുന്ന ആ ട്യൂബിനെയാണ് നമ്മൾ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? ഇപ്പൊ ചില ടീച്ചേഴ്സ് പറയുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻ തരുമോ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തരുമോ എന്ന് ചോദിച്ചാൽ ഓ തരാന്ന് പറയും. പക്ഷെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഓരോ ടോപ്പിക്കിലെയും എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ തന്നിട്ട് പറയും ഇത്രയും പഠിച്ചാൽ മതി അല്ലെ. അതുപോലെയാണ് നമ്മൾ എലിമെന്ററി കനാല് കുറച്ച് ഓർഗൻസേ ഉള്ളൂ. എവിടുന്നാ? മൗത്ത് തൊട്ട് ഏനസ് വരെ, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയും ഉള്ള ഓർഗൻസിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്, തുടക്കം മുതൽ അവസാനം വരെ എന്നർത്ഥം. അപ്പൊ ബിറ്റ്വീൻ ദിസ് പോയിന്റ്സ് ദ കനാൽ ഈസ് മോഡിഫൈഡ് ആസ് ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, എല്ലാവരും ആയി അല്ല. എവിടെ തുടങ്ങും? മൗത്ത്, അത് കഴിഞ്ഞ ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അത് കഴിഞ്ഞ റെക്ടം, കോളൻ അല്ല റെക്ടം, ഏനസ്. അപ്പൊ ഇതിനകത്ത് തന്നെ ഇനിയുണ്ട് ആൾക്കാർ. സ്മോൾ ഇൻറ്റസ്റ്റൈനെ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈനെ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റൊമക്കിനെ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്ന് ഫ്രം മൗത്ത് ടു ഏനസ് ആണ് നമ്മുടെ എലിമെന്ററി കനാൽ ഓർഗൻസ് എന്ന് പറയുന്നത്. ആക്സറി സ്ട്രക്ചേഴ്സോ? ആക്സറി സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാരൊക്കെയാ? മൗത്തിനകത്ത് ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്, അവിടെ സലേവറി ഗ്ലാൻസിന്റെ ആക്ഷൻ ഉണ്ട് അല്ലെ. മൗത്തിനകത്ത് ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്, സലേവറി ഗ്ലാൻസിന്റെ ആക്ഷൻ ഉണ്ട്. ഇവരൊക്കെ ഉള്ളതാണ് നമ്മുടെ ആക്സസറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് ഫുഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾ ബ്ലാഡർ വരും, ലിവർ വരും, പാൻക്രിയാസ് വരും. ഇവരൊക്കെ സെക്രീഷൻസ് തരും. ബൈല്, എൻസൈംസ്, നമ്മൾ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ എൻസൈം ഉണ്ടോ അതൊക്കെ തരുന്ന ആൾക്കാരാണ് ഇവര്. ബൈലില് പ്രത്യേകിച്ച് എൻസൈം ഒന്നും ഇല്ല എങ്കിലും, ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലില് പ്രത്യേകിച്ച് എൻസൈം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവരും ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സറി ഓർഗൻസ്. അതായത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അത് കഴിഞ്ഞാൽ റെക്ടം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നിൽക്കുന്ന അവർക്കൊക്കെ ഈ പറഞ്ഞ പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാര്. ഗോൾ ബ്ലാഡർ അസിസ്റ്റ് ചെയ്യും. എങ്ങനെ അസിസ്റ്റ് ചെയ്യും? ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലാണ്. ദിസ് ബൈൽ, എക്സസ് ബൈൽ ഈസ് സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ. അപ്പൊ അവിടുന്ന് വേണം ബൈല് വരാൻ. ലിവറും ബൈലുമായി. പാൻക്രിയാറ്റിക് ജ്യൂസ് തന്നില്ലെങ്കിൽ നമുക്ക് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പാൻക്രിയാസ് ഹെൽപ്പ് ചെയ്യും, ഗോൾ ബ്ലാഡർ ഹെൽപ്പ് ചെയ്യും, ലിവർ ഹെൽപ്പ് ചെയ്യും, സലേവറി ഗ്ലാൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എക്സ്ട്രാ പുറമേ നിന്നുള്ള അസിസ്റ്റൻസ് ആണ്. അത് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഓർഗൻസ് ആരൊക്കെയാ? പ്രൈമറി ഓർഗൻസ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഡിയോഡനം, ജെജുനം, ഇലിയം, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ഏനസ്.
ആക്സറി ഓർഗൻസ് ആര് വരും? സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്. ടെൻഷൻ ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ പഠിക്കും. മൗത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം അല്ലെ. മൗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൗത്തിനകത്ത് എന്തുണ്ട്? മൗത്ത് ഈസ് ഗാർഡഡ് ബൈ അപ്പർ ലിപ്പ് ആൻഡ് ലോവർ ലിപ്പ്. അപ്പർ ലിപ്പും ലോവർ ലിപ്പും ഉണ്ട് മൗത്തിൽ. അത് കഴിഞ്ഞാല് മൗത്തിൽ എന്തുണ്ട്? ടങ്ങും ടീത്തും ഉണ്ട് അല്ലെ. ടങ് എന്ന് പറയുന്നത് വളരെ നാക്കിന് എല്ലില്ല എന്ന് പറയുന്ന പോലെ എല്ലില്ലാത്തൊരു ഓർഗൻ ആണ്. അവിടെയാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത് അല്ലെ. ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞാല് നാക്കില് പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സിനെയാണ് പാപ്പിലേ എന്ന് പറയുന്നത്. പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. 4 ടേസ്റ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. സ്വീറ്റ്, സോർ, സോൾട്ട്, ബിറ്റർ. സ്വീറ്റ്, സോർ, സോൾട്ട്, ബിറ്റർ. ഇത് കൂടാതെ 2 ടേസ്റ്റും കൂടി ഇപ്പൊ പറയുന്നുണ്ട്. ഉമാമി ആൻഡ് ഒലിയോഗസ്റ്റസ്. ഉമാമി ആൻഡ് ഒലിയോഗസ്റ്റസ്. അപ്പൊ ഇത്രയും ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാക്കില്. അപ്പൊ ചോദിക്കും എരിവില്ലേന്ന്. ഇറ്റ് ഈസ് ദ ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ ടങ്. എരിവ് എന്നൊരു ടേസ്റ്റ് ഇല്ല. ഇറ്റ് ഈസ് ദ ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ ടങ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് എരിവുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കരുത്. നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് എരിവുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ടീത്ത് ഉണ്ടല്ലേ. ടീത്ത് ഉണ്ട്. ടീത്തിനകത്ത് ടീത്ത് പല കാര്യങ്ങൾ ചെയ്യും. ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മോളാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈസോഫാഗസ് ഉണ്ട്. സ്റ്റൊമക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? സ്റ്റൊമക്കിനകത്ത് കാർഡിയാക് സ്റ്റൊമക്, ഫണ്ടിക് സ്റ്റൊമക്, പൈലോറിക് സ്റ്റൊമക്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആകുമ്പോഴോ ഡിയോഡിനം, ജെജുനം, ഇലിയം. ലാർജ് ഇൻറ്റസ്റ്റൈൻ വരുമ്പോഴോ സീക്കം, കോളൻ, റെക്ടം. റെക്ടം ഓപ്പൺസ് ഔട്ട് ത്രൂ ഏനസ്. ഇനി സലൈവറി ഗ്ലാൻഡ് വരുമ്പോഴാണെങ്കിലോ സലൈവറി ഗ്ലാൻഡ് 3 പേരാണ്. 2 സൈഡിലായിട്ട്, ഒരു സൈഡിൽ 3 പേര്, മറ്റു സൈഡിൽ 3 പേർ. ഒരു സൈഡിൽ 3 എണ്ണം, മറ്റേ സൈഡിൽ 3 എണ്ണം. അങ്ങനെ 2 കൂടെ ചേർത്താൽ 3 പേര്. പരോട്ടിഡ്, സബ്ലിംഗ്വൽ, സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആയ ലിവർ എന്നുള്ള എക്സസ് ബൈലിനെ സ്റ്റോർ ചെയ്യുന്ന ഗോൾ ബ്ലാഡർ, നമ്മുടെ പാൻക്രിയാസ്. ഇവരാണ് ആക്സറി ഓർഗൻസ്. ഇവരെ കുറിച്ച് പറഞ്ഞാല് നമ്മൾ വിശദമായിട്ട് ഇവർ ഓരോരുത്തരെയും കുറിച്ച് പഠിക്കണം. അത് നമുക്കിങ്ങനെ വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കും. ഇത് വളരെ ബേസിക് ആയിട്ട് എന്താണ് ഡൈജഷൻ, എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. നമ്മൾ ഇത് ഓരോ ഓർഗൻസും എന്താ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഗട്ടിന്റെ ഹിസ്റ്റോളജി എന്താണ്, പെരിട്ടോണിയം എന്താണ്, എല്ലാം പഠിക്കും. എന്തൊക്കെ ഡൈജഷൻ ആണെങ്കിലും ഒക്കെ പഠിക്കും. നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. എന്താ മനസ്സിലായത്? ഡൈജഷനിൽ 5 പ്രോസസ് ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് 2 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് എലിമെന്ററി കനാലിലെ ഓർഗൻസ്, 2 ആക്സറി ഓർഗൻസ്. എലിമെന്ററി കനാലിലെ ഓർഗൻസ് ആണ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഏനസ്. ആക്സറി ഓർഗൻസ് ആണ് സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇത്രയും പറഞ്ഞത്. നമ്മൾ ഹിസ്റ്റോളജി ഓഫ് ദ എലിമെന്ററി കനാൽ. എന്താണ് ഈ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ഏത് ടിഷ്യൂ ആണോ എലിമെന്ററി കനാൽ ഉണ്ടാക്കുന്നത് അതിന്റെ സ്റ്റഡിയാണ് നമ്മൾ ഹിസ്റ്റോളജി ഓഫ് ദ എലിമെന്ററി കനാൽ. ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ദ എലിമെന്ററി കനാൽ ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ടിഷ്യൂ ലെയേഴ്സ് ആണ്. ഏതൊക്കെയാണ് ടിഷ്യൂ ലെയേഴ്സ് എന്ന് ചോദിച്ചാൽ മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, സീറോസ. തിരിച്ച് നമുക്ക് പഠിക്കാം. സീറോസ ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ. സീറോസ, മസ്കുലാരിസ് മസിൽ ലെയർ ആയ മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, അത് കഴിഞ്ഞാൽ മ്യൂക്കോസ. മ്യൂക്കോസയുടെ ഉള്ളിലാണ് എന്തുള്ളത്? ലൂമൻ ഓഫ് ദ എലിമെന്ററി കനാൽ. ഇങ്ങനത്തെ ഒരു കോയിൽ ഉണ്ടെങ്കിൽ ആ കോയിലിന്റെ പുറത്ത് കാണുന്ന സാധനങ്ങളെയാ പറഞ്ഞത്. അതിന്റെ പുറത്ത് മ്യൂക്കോസ, അതിന്റെ പുറത്ത് സബ് മ്യൂക്കോസ, അതിന്റെ പുറത്ത് മസ്കുലാരിസ്, അതിന്റെ പുറത്ത് സീറോസ. സീറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ, ഔട്ടർ ടു ഇന്നർ. ഇന്നർ ടു ഔട്ടർ ആണെങ്കിൽ ലൂമൻ, മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് ആൻഡ് സീറോസ. Throughout its length, the alimentary canal is composed of the same 4 tissue layers, the details of which the structural arrangements vary to fit their specific functions. Starting from the lumen and moving outwards, these layers are mucosa, submucosa, muscularis, serosa, which is continuous with the mesentery. ഇവിടെ കാണാല്ലേ, സീറോസ കാണാം, മസ്കുലാരിസ് കാണാം, ഇന്നർ സർക്കുലർ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിൽ സബ് മ്യൂക്കോസ, മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. നമുക്ക് നോക്കിയറിയാം മ്യൂക്കോസിന്റെ അടിയിലെ സബ് മ്യൂക്കോസ, അത് കഴിഞ്ഞാൽ ഉള്ളിൽ ലൂമൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 4 ലെയേഴ്സ്, 4 ഡിഫറെന്റ് കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ട് ഡിഫറൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗട്ടിന്റെ സ്ട്രക്ചർ. ഇത് ത്രൂ ഔട്ട് ദ എലിമെന്ററി കനാലുണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ ചില സ്ഥലങ്ങളിലുണ്ട് എന്ന് മാത്രം. അത് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. The wall of the alimentary canal has 4 basic tissue layers: the mucosa, submucosa, muscularis and serosa. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? വളരെ ബേസിക് ആയിട്ടുള്ള ഡൈജഷൻ 5 സ്റ്റെപ്സ് പഠിച്ചു. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇൻജഷൻ.
ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ 2 പാർട്ടായി ഡിവൈഡ് ചെയ്താൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ പഠിച്ചു മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലിമെന്ററി കനാൽ ഉണ്ടാക്കുന്ന ഓർഗൻസ് എന്നും, രണ്ടാമത്തെ സെക്ഷനെ നമ്മൾ പഠിക്കുന്നത് ആക്സറി ഓർഗൻസ് എന്നും പറഞ്ഞ 2 സെക്ഷനായിട്ടാണ് നമ്മൾ പഠിച്ചത്. ആ 2 സെക്ഷൻ നമ്മൾ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ഹിസ്റ്റോളജി ഓഫ് ദ ഗട്ട്. ഗട്ട് ഉണ്ടാക്കുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണ് സിറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. എല്ലാം മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. ഒപ്പം പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ഞങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഒപ്പം പഠിച്ചു പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിൽ മീറ്റ് അഗൈൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.